ടാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ സുഭാഷ് റെഡി ആയിക്കൊണ്ട് വരികയാണ്. ആ സമയത്ത് നികേഷ് ചോദിക്കും, എന്താ സുഭാഷ് ഏട്ടന് വേറെ ഷർട്ടൊന്നും ഇല്ലേ? ഏതാ ഈ പഴയ ഷർട്ട് ഇട്ടുകാണ്ട് വന്നിരിക്കുന്നത്? നിങ്ങളെന്താ ചന്തയ്ക്ക് പോകുകയാണോ ചോദിക്കുകയാണ്. ആ സമയത്ത് സുഭാഷ് പറയും, എന്താടാ ഈ ഷർട്ടിന് കുഴപ്പം? അപ്പോൾ നികേഷ് പറയും, ഒരു സഞ്ചിയും കൂടെ എടുത്തോ, അപ്പോൾ അസൽ ചന്തയിലോട്ട് പോകുന്ന ലുക്കാകും എന്ന് പറയണേ. ഹരീഷ് പറയും, സുഭാഷ് ഏട്ടാ ഇത് പോയി വേറെ ഇട്ടിട്ട് വാ, പുതിയ വല്ല ഡ്രസ്സും ഇട്ടിട്ട് വാ എന്ന് പറയാണ്. അങ്ങനെ സുഭാഷ് റെഡി ആവാൻ പിന്നെയും പോകുകയാണ്. അങ്ങനെ സുഭാഷ് റെഡിയായി വരുന്ന സമയത്ത് സുഭാഷ് നല്ല സ്റ്റൈലിലായിരിക്കും വരുന്നത്. അപ്പോൾ സുധീഷ് ഇങ്ങനെ മനസ്സിൽ കരുതാണ്, ഈ ഷർട്ട് ഇപ്പം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് മനസ്സിൽ കരുതാണ്. ആ സമയത്ത് സുധീഷ് പറയും, ഇത് എൻ്റെ പുതിയ ഷർട്ടല്ലേ, ഞാനത് അവിടെ എടുത്ത് വെച്ചതായിരുന്നു എന്ന്. അപ്പോൾ ഹരീഷ് പറയും, നീ മിണ്ടാതെ അവിടെ നിൽക്ക്, നീ എടുത്ത് വെച്ചതാണെന്ന് കരുതി എന്താ അത് സുഭാഷ് ഏട്ടനെ ഇട്ടൂടെ എന്ന് പറയണ ഹരീഷ്. സുഭാഷ് പറയും, ഇത് എനിക്ക് ടൈറ്റ് ആണ് എടാ, ഇത് ഞാൻ ഊരിയിട്ടെ, വേറെ ഷർട്ട് ഇടട്ടെ എന്ന് പറയണ. ആ സമയത്ത് ഹരീഷും നികേഷും പറയും, ഇതൊന്നും ഇനി മാറ്റണ്ട, ഇത് സുഭാഷ് ഏട്ടന് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറയണ. അപ്പോൾ സുഭാഷ് പറയും, നിങ്ങളല്ല പറയേണ്ടത്, നിധിയാണ് പറയേണ്ടത് ഇത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നിധി പറയും, സുഭാഷ് ഏട്ടന് ഇത് നന്നായിട്ട് ചേരുന്നുണ്ട്, ഇത് സുധീഷിനെ കാട്ടി നന്നായിട്ട് ചേരുന്നത് സുഭാഷിനാണെന്ന് പറയണേ. അങ്ങനെ അവരെല്ലാവരും ചിരിക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷ് പോകാൻ നിൽക്കുന്ന സമയത്ത് സുഭാഷിനോട് ഹരീഷ് ചോദിക്കും, എങ്ങനെയാണ് സുഭാഷ് ഏട്ടാ പോകുന്നതെന്ന്. അപ്പോൾ സുഭാഷ് പറയും, ഞാൻ ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നികേഷ് പറയും, ഓട്ടോ വിളിച്ചിട്ടാണോ സുഭാഷ് ഏട്ടാ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയും, ആ ഓട്ടോ ഒക്കെ മതി എന്ന് പറയാണ്. അപ്പോൾ എന്താണ് സുധീഷ് പറയും, ഓട്ടോയിലൊന്നല്ല സുഭാഷ് ഏട്ടാ പോവേണ്ടത്. ഹരീഷ് പറയും, സുഭാഷ് ഏട്ടാ ഇതാ ഈ കീ പിടിക്ക്, എന്നിട്ട് ബൈക്കിൽ പോയിക്കോ എന്ന് പറയണ. ആ സമയത്ത് സുഭാഷ് ഹരീഷിനോട് ചോദിക്കും, അപ്പം നിനക്ക് ജോലിക്ക് പോവണ്ടേ എന്ന്. അപ്പോൾ ഹരീഷ് പറയും, ഞാനൊക്കെ ജോലിക്ക് പോയിക്കോളാം, സുഭാഷ് ഏട്ടാ ഇപ്പോൾ പോയിട്ട് വാ. സുഭാഷ് ബൈക്കിൽ കയറി പോകാൻ നിൽക്കുന്ന സമയത്ത് നികേഷ് പറയും, സുഭാഷ് ഏട്ടാ പോകല് ഒരു സാധനം കൂടെ ഉണ്ട് എന്ന് പറയണം. അപ്പോൾ സുഭാഷ് ചോദിക്കും, ഇനി എന്താടാ എന്ന്. അങ്ങനെ നികേഷ് ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് സുഭാഷിന് വെച്ച് കൊടുക്കുകയാണ്. സമയത്ത് സുഭാഷ് പറയും, ഇതൊന്നും വേണ്ടടാ. അപ്പോൾ നികേഷ് പറയും, ഇതും കൂടെ ഇരിക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ സുഭാഷ് കൂളിംഗ് ഗ്ലാസ് വെക്കും. എന്നിട്ട് നികേഷ് പറയും, നമുക്ക് ഇനി എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു സെൽഫി എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് സെൽഫി എടുക്കുകയാണ്. അങ്ങനെ സുഭാഷ് ചാന്ദിനിയുടെ വീട്ടിലെത്തുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം സുഭാഷ് ചാന്ദിനിക്ക് വിളിക്കും, ഞാനിതാ ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്, ഇനി റെഡി ആയിക്കൊണ്ട് ഇങ്ങോട്ട് വാ എന്ന് പറയണേ. അങ്ങനെ ചാന്ദിനി ഇങ്ങനെ വീട്ടിൽ നിന്നും ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ആ വരുന്ന സമയത്ത് സുഭാഷ് ഇങ്ങനെ ചാന്ദിനിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ചാന്ദിനി സുഭാഷിൻ്റെ അടുത്തോട്ടേക്ക് എത്തും. ആ സമയത്ത് സുഭാഷ് ഇങ്ങനെ ചാന്ദിനിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് തവണ ചാന്ദിനി വിളിക്കും. അങ്ങനെ ഒടുവിൽ സുഭാഷ് പെട്ടെന്ന് നെട്ടിണിക്കും. അപ്പോൾ ചാന്ദിനി ചോദിക്കും, ക്യാ ഹുവാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയും, ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ട്. ചാന്ദിനി പറയും, അബി എന്ന്. അതിൽ സുഭാഷ് പറയും, ഇനി നമുക്ക് പോകാലേ എന്ന്. അങ്ങനെ ആന്ന് പറയുകയാണ് ചാന്ദിനി. അങ്ങനെ സുഭാഷും ചാന്ദിനിയും ബൈക്കിൽ കയറുന്നുണ്ട്. അങ്ങനെ ചാന്ദിനി സുഭാഷിൻ്റെ തോളിൽ കൈവയ്ക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ സുഭാഷ് ഇങ്ങനെ ചാന്ദിനിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇങ്ങനെ സുഭാഷും ചാന്ദിനിയും കൂടി ബീച്ചിലോട്ട് പോകണം. അങ്ങനെ ബീച്ചിലെത്തുന്ന സമയത്ത് സുഭാഷ് ചാന്ദിനി ബീച്ചിലെത്തി എന്ന് പറയുന്ന. ആ സമയത്ത് ചാന്ദിനി ഇങ്ങനെ സുഭാഷും ചാന്ദിനിയും തമ്മിൽ ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ സ്വപ്നം കാണുകയായിരിക്കും. അപ്പോൾ പിന്നെയും വിളിക്കുകയാണ് സുഭാഷ്. അങ്ങനെ ചാന്ദിനി പെട്ടെന്ന് എണീക്കും. അപ്പോൾ സുഭാഷ് പറയും, ബീച്ചിലെത്തി എന്ന്. അപ്പോൾ ചാന്ദിനി പറയും, ക്യാ ഹുവാ എന്ന്. അങ്ങനെ സുഭാഷും ചാന്ദിനിയും കൂടെ ഇങ്ങനെ ബീച്ചിലൂടെ നടക്കുകയായിരിക്കും. ആ സമയത്ത് സുഭാഷ് ചോദിക്കും, നിങ്ങളുടെ നാട്ടിൽ ബീച്ചുണ്ടോ ചോദിക്കുകയാണ്. ആ സമയത്ത് ചാന്ദിനി പറയും, അവിടെ ബീച്ചില്ല. ചാന്ദിനി പറയും, ചെറുതായപ്പോഴാണ് ബീച്ചിലൊക്കെ പോയത് എന്ന് പറയുന്നത്. അപ്പോഴാണ് അതിലൂടെ കടലയുമായി വരുന്നത്. ആ സമയത്ത് അവരോട് ചോദിക്കും, നിങ്ങൾക്ക് കടല വേണോ? അപ്പോൾ സുഭാഷ് ചാന്ദിനിയോട് ചോദിക്കും, വേണോ എന്ന്. ആ സമയത്ത് ചാന്ദിനി പറയും, വേണ്ട. ചാന്ദിനി പറയും, ഞാൻ വീട്ടിൽ നിന്നും വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ സുഭാഷും പറയും, ഞാനും അങ്ങനെ തന്നെ, പുറത്ത് നിന്നും വല്ലാതൊന്നും ഒന്നും വാങ്ങി കഴിക്കാറില്ല, വീട്ടിൽ നിന്നും വരുമ്പോൾ കൊണ്ടുവരാറാണ്. പിന്നെ സുഭാഷും ചാന്ദിനിയും കൂടെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ബീച്ചിലൂടെ നടക്കുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.